നിമിഷപ്രിയ കേസിൽ മാധ്യമ വാർത്തകൾ തടയണമെന്ന സുപ്രീം കോടതിയിൽ ഹർജി. സുവിശേഷകൻ കെ പോളിന്റെ ഹർജിയിൽ കോടതി നോട്ടീസ് അയച്ചു. യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചകൾക്കായി 3 ദിവസത്തേക്ക് വാർത്തകൾ വിലക്കണമെന്നാണ് പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ മാസം 24-നോ 25-നോ നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് കെ പോൾ കോടതിയിൽ അറിയിച്ചു. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എന്താണ് സാഹചര്യം? നിമിഷപ്രിയയുടെ വധശിക്ഷ 24-നോ 25-നോ നടപ്പാക്കുമെന്നുള്ളതാണ് കെ പോൾ ഈ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ യമനിൽ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും മാധ്യമങ്ങളെ വിലക്കണമെന്നുള്ളതാണ് കെ പോളിന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം അബൂബക്കറിനെയോ അല്ലെങ്കിൽ ഈ നിമിഷപ്രിയ ഫൗണ്ടേഷന്റെ അഭിഭാഷകനായിട്ടുള്ള സുഭാഷ് ചന്ദ്രനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ അനുവദിക്കരുത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഈ കെ പോൾ ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അഭിഭാഷകൻ മുഖേന അല്ലാതെ നേരിട്ടാണ് കെ പോൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി സുപ്രീം കോടതി AGക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല കേസ് തിങ്കളാഴ്ചത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുമുണ്ട്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.